അല്ല, ഇപ്പോൾ ഓരോ ജീവനക്കാരിൽ നിന്നും SP വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്നും എല്ലാം തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. SP ഇതുവരേക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. SP ഇപ്പോഴും ആ ജീവനക്കാരോടൊക്കെ ആദ്യഘട്ടത്തിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ, പിന്നീട് പോലീസിന് വിവരം അറിയിച്ച ആ ജീവനക്കാർ, അങ്ങനെ ഓരോരുത്തരെയായും അവരിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. SP പുറത്തിറങ്ങിയാലായിരിക്കും ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് കൂടുതൽ ലഭ്യമാവുകയുള്ളൂ. ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ, ആ സ്കൂട്ടർ ഇയാളുടെ തന്നെ സ്കൂട്ടറാണോ അതോ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ, ഇനി അതിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണോ അതോ ഒറിജിനലാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രതിയിലേക്ക് കൂടി എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായകരമാകുന്ന കാര്യങ്ങൾ ആവും എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ഇതുവരേക്കും പുറത്തുവിട്ടിട്ടില്ല. എത്തിയ ഉടനെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ സ്കൂട്ടറിൽ ആ പ്രതി വരുന്നതും തിരികെ പോകുന്നതും ഒക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇനിയിപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തുന്നതിനും മറ്റുമായൊക്കെ തന്നെ ഇനി എത്തും. ഇപ്പോൾ നിലവിൽ ഈ ഫോറൻസിക് സംഘവും അതിനോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻ്റ് വിഭാഗവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. അവർ കൂടി എത്തിയ ശേഷമായിരിക്കും കൂടുതൽ പരിശോധനകൾ എന്തായാലും നടത്തുക. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എങ്ങനെയാണ് ഈ മോഷണം നടന്നതെന്നുള്ള കൃത്യമായൊരു കാര്യം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് എല്ലാവരും തന്നെ കണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ച് ഇനിയിപ്പോൾ ഏത് തരത്തിൽ പ്രതിയിലേക്ക് എത്താമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസ് പ്രധാനമായും നോക്കുന്നത്. ആ കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ DYSPയുടെ നേതൃത്വത്തിൽ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുമ്പോൾ, പുറത്ത് നടക്കുമ്പോൾ ഈ SP-യുടെ നേതൃത്വത്തിൽ ഇവിടെ എങ്ങനെയാണ് ഇത് നടന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായും പരിശോധിച്ച് വരികയാണ്.